Please like and subscribe. ആടിന്റെ കിഡ്നിയാണ്. ബാംഗ്ലൂർ ഇപ്പോൾ നമ്മുടെ വീടിന്റെ അവിടെ പുതിയൊരു ലുലു വന്നിട്ടുണ്ട്. അവിടെ ഇതെല്ലാം അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് കുക്കിംഗ് തുടങ്ങാം. ഇനി ഒന്നും ഇരിക്കെ നല്ല. അപ്പോൾ ഈ സമയത്ത് കുഞ്ഞൻ തക്കാളിയും കൂടി ഇതിലിട്ട് കൊടുക്കാം. അവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് വേറൊരു പരിപാടി. കാരണം മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമായതുകൊണ്ട് നമ്മൾ ഒരു മോക്ടെയിലാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ മോക്ടെയിൽ യൂസ് ചെയ്യുന്ന മെയിൻ ഐറ്റം കുറച്ച് തണുത്ത വെള്ളം. എല്ലാവർക്കും വീണ്ടും റാൻഡം റൈറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പതിവ് പോലെ കുക്കിംഗ് തന്നെയാണ്. പക്ഷെ കുക്കിങ്ങിന്റെ കൂടെ കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞിട്ടുള്ള ഒരു കുക്കിംഗ് ആണ്. നമ്മളിപ്പോൾ ഒരു പുതിയ സെറ്റപ്പ് ഒക്കെ ആക്കിയിട്ടുണ്ട്. ഒരു ടേബിൾ അല്ല, ഇതെന്റെ ശരിക്കും ഒരു ബാർ കൗണ്ടറാണ്. എൻ്റെ ബാക്കിൽ ചെറിയൊരു ബാർ കൗണ്ടർ സെറ്റപ്പ് പണ്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അത് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് എടുത്തു വെച്ചു. പിന്നെ അപ്പോൾ വീഡിയോ എടുക്കാനൊക്കെ സൗകര്യത്തിന് വേണ്ടിയിട്ട്. അപ്പം ഇന്ന് നമ്മൾ കുക്ക് ചെയ്യണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്താ പറയുക, വീണ്ടും ഒരു ഓഫ് കട്ട് സാധനം തന്നെയാണ്. അങ്ങനെ അധികം ആരും ഇങ്ങനെ കുക്ക് ചെയ്ത് കണ്ടിട്ടില്ലാത്ത, അധികം കഴിച്ചിട്ടില്ലാത്തൊരു സാധനം തന്നെയാണ് ആടിൻ്റെ കിഡ്നി. ഇതാണ് സംഭവം, ആടിൻ്റെ കിഡ്നി. ഓക്കെ, അപ്പോൾ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. അതിനേക്കാൾ മുന്നേ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം. കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും, ഞാൻ എന്തിനത്ര കഷ്ടപ്പെട്ട് വേറെ പണിയൊന്നും ഇല്ലാതെ എന്തിനാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ, യൂട്യൂബും പരിപാടിയും എന്തിനൊക്കെയാണ് ചെയ്യണേന്നുള്ളത്. അപ്പോൾ അതിനൊരു ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താ പറയുക, കഴിഞ്ഞൊരു വർഷം ഭയങ്കര ഒരു മോശമായ വർഷത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നമ്മളെല്ലാവരും എന്താ പറയുക, എല്ലാവരും വർക്ക് ചെയ്യുന്ന ആൾക്കാരും ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. നമ്മൾ ഫുൾ ജോലിയിലെ എന്താ ഇൻവേഴ്സ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. നമുക്ക് വേറെ ചിന്തകളൊന്നും ഉണ്ടാവില്ല. ഫുൾ ടൈം ജോലി ആ ഒരു ഇതായിട്ട് എന്താ പറയുക, ആ ഒരു ഫ്ലോയിൽ രാവിലെ എഴുന്നേൽക്കുന്നു, ജോലി ചെയ്യുന്നു, രാത്രിയാവുന്നു, പിന്നെ വീണ്ടും ആ ഒരു റൊട്ടേഷനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. പെട്ടെന്നായിരിക്കും എന്തെങ്കിലുമൊക്കെ ഒരു സംഭവിക്കാം. എന്താ പറയുക, മേ ബി നമ്മുടെ ജോലി പോവുക, കമ്പനി അടച്ചുപൂട്ടുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവങ്ങളും. ഇതാർക്കും നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല, നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല, എന്തും സംഭവിക്കാം. ആ സമയത്ത് എന്താ പറയുക, നമ്മളിങ്ങനെ സ്റ്റക്കായി പോവാന്ന് പറയില്ലേ, വേറെ എന്താ എനിക്ക് ചെയ്യാറില്ല, എനിക്കൊന്നും ചെയ്യാനില്ല. ഞാൻ ജോലി ചെയ്യുന്നു, ജോലി മാത്രം ചെയ്തുകൊണ്ടിരുന്നു. അത് ഒരു പ്രത്യേകം ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ അതിനെന്തൊരു സംഭവിച്ചു, അത് സ്റ്റക്കായി. അപ്പോൾ പിന്നെ എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഞാൻ അവിടെ ഒരു ബിഗ് സീറോ പോലെ അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയില്ലേ. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാനും, പിന്നെ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ ഡിപ്രഷനിൽ പോവാതിരിക്കാനും പല കാര്യങ്ങളും ഞാൻ ആലോചിച്ചു നോക്കി. എന്താ പറയുക, സൈക്ലിങ്, അങ്ങനെ കുറേ പേര്. പക്ഷെ നമുക്ക് അതിനൊന്നും ഒരു എന്താ പറയുക, കോൺസ്റ്റന്റ് ആയിട്ടുള്ള റിസൾട്ട് ആയി നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു പരിപാടി, യൂട്യൂബ് പരിപാടി എന്നുള്ള സംഭവം മനസ്സിൽ വന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്ന നമുക്ക് സമയമില്ല. ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ വർക്ക് ചെയ്യുന്നതിന്റെ ഇടയിലും വളരെയധികം കഷ്ടപ്പെട്ട് സമയം കണ്ടെത്തിയിട്ടാണ് ഇത് ചെയ്യുന്നത്. വീക്കെൻഡ്സ് ഇതൊരു സെറ്റപ്പ് ചെയ്തിട്ട് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഇതൊരു വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ കുറേ എഫേർട്ട് ഉണ്ട്. നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പുകൾ ഉണ്ടാക്കണം, സാധനങ്ങൾ മേടിക്കണം. പിന്നെ എല്ലാവരും ചെയ്യുന്ന പോലത്തെ വീഡിയോസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അപ്പൊ നമ്മൾ അതിലൊരു വെറൈറ്റി കൊണ്ടുവരാൻ ശ്രമിക്കണം. അപ്പൊ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണം. നമുക്ക് വേണ്ടി ഓരോ സാധനങ്ങൾ, എന്താ പറയുക, ഫുൾ ടൈം നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാനുള്ള സമയമില്ല. നമുക്ക് വേറെ തോട്ട്സ് പോകും, നമ്മുടെ മനസ്സിൽ കൂടെ പോവില്ല. വേറെ ഒന്നും നമുക്ക് സംഭവിക്കില്ല. നമ്മൾ ഇതിൽ തന്നെ ഇങ്ങനെ ലൂപ്പിൽ ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ ഇത് വീഡിയോ എടുത്തു, അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ട് എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന്. അപ്പം നമുക്ക് ആ ഒരു എപ്പോൾ നോക്കിയാലും നമ്മൾ വർക്കിന്റെ കൂടെ തന്നെ നമുക്കിതൊരു എന്താ പറയുക, നമുക്ക് വേറെ കാര്യത്തിലേക്ക് നെഗറ്റീവായിട്ട് വേറെ ഒന്നും ചിന്തിക്കാനുള്ള സമയം നമുക്ക് ഈ ഒരു സാധനം ചെയ്യുമ്പോൾ കിട്ടില്ല. അപ്പം ഇതൊരു തെറാപ്പി പോലെ. എത്രത്തോളം നാളെ എനിക്കിത് കണ്ടിന്യൂസ്ലി ഈ ഒരു ഇതിൽ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും പറ്റുന്ന സംഭവങ്ങൾ ഞാൻ ചെയ്യും. ഇത് എന്നെ എൻഗേജ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ചെയ്യുന്ന പരിപാടിയാണ്. നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അതാണ് യൂട്യൂബ് വീഡിയോയുടെ കാര്യങ്ങൾ. അതിനുശേഷം എന്തുകൊണ്ട് പല ആൾക്കാരും ചോദിച്ചു, നീ എന്ത് ഇങ്ങനത്തെ സാധനങ്ങൾ കുക്ക് ചെയ്യണേ, അതായത് എന്താ പറയുക, പോത്തിന്റെ നാക്ക്, ഹൃദയം, നീരാളി, ഇങ്ങനെ ഈ എന്താ പറയുക, ആൾക്കാർ കണ്ട പെട്ടെന്ന് ഒരു ഓക്വേർഡായിട്ട് തോന്നുന്ന സാധനങ്ങൾ മാത്രം എന്താ കുക്ക് ചെയ്യണേന്ന്. ഈ ഓഫ് കട്ട് മീൽസ്, ഈ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഓർഗൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ട്രൈ ചെയ്യാത്തതിന്റെ പ്രശ്നമാണ്. ഞാനും വല്ലപ്പോഴും മാത്രമേ പോത്തിന്റെ ഒരു നാക്കിന്റെ വീഡിയോ ചെയ്തത്. ബീഫിന്റെ പലതരത്തിലുള്ളത് കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടായി തോന്നിയത് ഈ സാധനമാണ്, പോത്തിന്റെ നാക്ക്, ബീഫിന്റെ നാക്കാണ്. അത് നിങ്ങൾ ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്ക്. അത് കാണുമ്പോൾ ഒരു ഓക്വേർഡ്നെസ് ഉണ്ടെങ്കിലും അത് കഴിച്ചാൽ അടിപൊളി. ഇത് ആടിന്റെ കിഡ്നിയാണ്. കിഡ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സംഭവമാണ്. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ ChatGPT നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സംഭവമാണ്. നമുക്കൊരു വെറൈറ്റി, എന്നും എപ്പോഴും ബീഫും ചിക്കനും മാത്രം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബോറടിക്കില്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു വെറൈറ്റിക്ക് വേണ്ടി മാത്രം നിങ്ങൾ യൂസ് ചെയ്താൽ മതി. പക്ഷെ അത് നിങ്ങളൊന്ന് ജസ്റ്റ് എപ്പോഴെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് മാത്രം. ഓക്കെ, അപ്പം നമുക്ക് ഇനിയിപ്പോൾ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, കുറേ കഥകൾ പറഞ്ഞു. അപ്പം നമുക്ക് കുക്കിങ്ങിൻ്റെ പരിപാടിയിലേക്ക് തുടങ്ങാം. അപ്പം ഇതാണ് ആടിൻ്റെ കിഡ്നി.
നമ്മൾ മലയാളത്തിൽ എന്ത് പറയും? വൃക്ക. നമ്മൾ പത്താം ക്ലാസ്സിലേക്ക് പഠിച്ചിട്ടില്ലേ? വൃക്കയുടെ പരിച്ഛേദം വരച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക എന്ന് കണ്ടിട്ടില്ലേ? ആ വൃക്ക, മനുഷ്യൻ്റെ വൃക്കയുടെയും ഷേപ്പ് ഇതൊക്കെ തന്നെയായിരിക്കും. മനസ്സിലായ? ഇത് ആടിൻ്റെയാന്ന് മാത്രം. ഇതൊന്ന് ക്ലീൻ ചെയ്യണം. ഞാൻ ബാക്കിയുള്ള ഒരുവിധം സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. ഒരെണ്ണം മാത്രം നിങ്ങൾക്ക് ഇത് എങ്ങനെ ക്ലീൻ ചെയ്യണതിന് വേണ്ടി കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ മാറ്റി വെച്ചേക്കുന്നതാണ് ഒരെണ്ണം. അപ്പോൾ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തിട്ട് പരിപാടി തുടങ്ങാം. ക്ലീൻ ചെയ്യുന്നത് ഇത് ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഷേപ്പ്. അപ്പം ഞാൻ എന്താ ചെയ്യണം വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ നടുവൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ ഈ വെള്ള ഒരു പോർഷൻ ഉണ്ടാവും എല്ലാ ഇതിൻ്റെ ഉള്ളിലും. അപ്പോൾ ഈ ഇൻഡസ്ട്രീൻ്റെ ഈ ഭാഗം, ഇതിൻ്റെ വെള്ള വരുന്ന ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്ത്. എല്ലാ കടയിലും നാട്ടിലൊക്കെയാണ് ഇപ്പോൾ ലുലുവിൽ പോയി. ഞങ്ങൾ ബാംഗ്ലൂർ ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടെ പുതിയൊരു ലുലു വന്നിട്ടുണ്ട്. അവിടെ ഇതെല്ലാം അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്കും ഇത് കിട്ടാൻ വലിയ പാടൊന്നുമില്ല. നാട്ടിൽ ഇപ്പോൾ ഇഷ്ടം പോലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകളുണ്ടല്ലോ. അപ്പോൾ അവിടെയൊക്കെ ഇത് ഈസിലി അവൈലബിൾ ആണ്. ഇത്ര ഉള്ളു ക്ലീൻ ചെയ്യാൻ. ജസ്റ്റ് ഒന്ന് അത് ചിലപ്പോൾ ഇതിൻ്റെ മുകളിലൊരു മെംബ്രെയിൻ പോലെ ഒരു പാട പോലെ ഉണ്ടാവും. അപ്പം അതൊന്ന് മാറ്റിയിട്ട് ഒന്ന് നടുമുറിച്ചിട്ട് ആ വെള്ള പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ സംഭവം റെഡി. അത്ര ഉള്ളത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഈ കുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും എന്താണെന്ന് പരിചയപ്പെടും. നമുക്കിത് കാണാം. ജിഞ്ചർ, കുറച്ച് ഗാർലിക് ക്ലോവ്സ്, കുറച്ച് ബട്ടർ, കുറച്ച് പച്ചമുളക് അരിഞ്ഞത്, പിന്നെ ഒരു യെല്ലോ ക്യാപ്സിക്കം, പിന്നെ കുറച്ച് സബോള, 2 സബോള, പിന്നെ കുറച്ച് ബേബി ടൊമാറ്റോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും എടുത്തു. സാധാ ടൊമാറ്റോയിൽ കുഴപ്പമില്ല. ഞാൻ കുറച്ച് ബേബി ടൊമാറ്റോ കിട്ടിയുള്ള കാരണം അതും എടുക്കുക. ഇത്രയൊക്കെയാണ് ഐറ്റംസാണ് നമ്മൾ കുക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. നമുക്ക് തൽക്കാലം ഈ ഒരു സബോള ഒന്ന് കട്ട് ചെയ്യാം. ഓക്കെ, സബോള അരിഞ്ഞതോടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഈ സാധനങ്ങൾ നമുക്ക് ആ സമയത്ത് ബേബി ടൊമാറ്റോ ഇതൊക്കെ നമുക്ക് ആ സമയത്ത് അരിഞ്ഞിട്ടിടാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ കുക്കിങ്ങിലേക്ക് സമയങ്ങളുണ്ട്. നമുക്ക് നേരെ കുക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് കുക്കിംഗ് തുടങ്ങാം. നമുക്ക് അതുപോലെ ഗ്യാസ് കത്തിച്ചിട്ട് ഐശ്വര്യമായിട്ടാണ് പരിപാടി തുടങ്ങും. ഞാൻ പറഞ്ഞേ നമ്മളിത് ബട്ടറിൽ ഉണ്ടാക്കണം. ഒരു നല്ലൊരു സ്മെല്ലും ഇതൊക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ ബട്ടറിൽ ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ട് ആ ബട്ടർ ഒന്ന് ഇതിലേക്ക് ഒന്ന് ഇട്ടു. ഓയിലും കൂടി ഒഴിക്കാം. നമുക്ക് ഏത് വേണം ഓയിൽ വേണേൽ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ല സൺഫ്ലവർ ഓയിലോ ഒലീവ് ഓയിലോ. ഒലീവ് ഓയിൽ കുറച്ച് കോസ്റ്റ്ലിയാണ്. നല്ലൊരു ഓയിൽ ഉണ്ടെങ്കിൽ അത് വേണ്ട. സൺഫ്ലവർ ഓയിൽ ഇരിക്കുന്നത് ബട്ടറല്ല. ബട്ടർ നന്നായിട്ട് ഓയിലൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ട് നല്ല. അപ്പോൾ ഈ സമയത്ത് മാക്സിമം സിമ്മിൽ വെക്കാൻ ശ്രമിക്കുക കേട്ടോ. ഉപ്പും കൂടി അധികം വേണ്ട, പിന്നെ നോക്കിയിട്ട് പിന്നെ ഇടാം. കുറച്ച് ഉപ്പും കൂടി ഈ സമയത്ത് ഇടാം. ഇതൊന്ന് നമുക്ക് നന്നായിട്ട് ഒന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കാം. ഇതൊന്ന് മൂടി വെക്കാം. ഈ ബേബി ടൊമാറ്റോ കൂടി കട്ട് ചെയ്തിട്ട് നമുക്കിവിടെ വയ്ക്കാം. നമ്മുടെ മെയിനായിട്ടല്ല ഇത്. സത്യം പറയുകയാണെങ്കിൽ ഇത് ആവശ്യമൊന്നുമില്ല. പക്ഷെ എനിക്കിതെന്തോ ഈ ക്യാപ്സിക്കം ഭയങ്കര ഇഷ്ടം. ഇതിനൊരു കളർ കിട്ടില്ലേ? ഇത് ഭയങ്കരമായിട്ടൊരു കളർ തരും ഈ ക്യാപ്സിക്കം. അപ്പം അതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ സാധനം യൂസ് ചെയ്യുന്നത്. ഒരു 50% ഇത് വെന്തുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വേറെ ഒന്നുമില്ല, കുറച്ച് സബോള. അപ്പോൾ സബോള ഇട്ട് കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി കുറച്ച് ഗാർലിക് ക്ലോവ്സും കൂടി, പിന്നെ കുറച്ച് ഇഞ്ചി ഇട്ടാൽ പറയാൻ മറന്നു, ഇഞ്ചി, പിന്നെ കുറച്ച് പച്ചമുളകും, നമ്മുടെ കുഞ്ഞൻ തക്കാളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 മിനിറ്റ് കൂടി ഇതൊന്ന് മൂടി വെച്ചിട്ട് ബാക്കി പരിപാടി ചെയ്യാം. വെറും 2 മിനിറ്റ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കൊരു 2 മിനിറ്റ് കൂടി വെച്ചിട്ട് നമുക്കൊന്ന് തുറന്നു. ഞാൻ സ്ലിമ്മിൽ വെച്ച് സിമ്മ് എനിക്ക് തെറ്റിപ്പോക്കണം വെച്ചുള്ള. അപ്പോൾ അതെങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. കുറച്ച് മാത്രം മുളക് പൊടി, അധികം ഒന്നും വേണ്ട, വളരെ കുറച്ച് മുളക് പൊടി. ടർമറിക്, അതായത് മഞ്ഞൾ, ഇത് കുറച്ച് കൂടുതൽ യൂസ് ചെയ്തു, കാരണം കിഡ്നി ആയതുകൊണ്ട് കുറച്ച് മഞ്ഞൾ കൂടുതൽ യൂസ് ചെയ്തു. കുറച്ച് മല്ലിപ്പൊടി. ഇനിയാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ് മാത്രം വീണ്ടും ഇടുന്നു. അപ്പോൾ മസാലയൊക്കെ ഇട്ട് ഇതൊന്ന് ഇളക്കി ഒരു 5 മിനിറ്റ് കൂടി ഏകദേശം കഴിഞ്ഞു. ഞാൻ അവസാനം നമുക്ക് 2-3 ഐറ്റംസ് ആഡ് ചെയ്യാനുള്ള. അപ്പോൾ അതുവരെ ഇത് ജസ്റ്റ് ഒന്ന് സിമ്മിൽ ഇരുന്നിട്ട് ഒന്ന് വേവട്ടെ. ഓക്കെ, അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് വേറൊരു പരിപാടി ഒപ്പിക്കാം. ഓക്കെ, അപ്പോൾ ആ സാധനം എന്താ പറയുക, കിഡ്നി അവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് വേറൊരു പരിപാടി ഒപ്പിക്കാം. ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ വീക്കെൻഡ് അല്ലേ. ഇന്ന് വീഡിയോ എടുക്കുന്നത് നമ്മൾ സാറ്റർഡേ ആണ്, വീക്കെൻഡാണ്. അപ്പോൾ എന്താ പറയുക, വീക്കെൻഡ് ആഘോഷിക്കാൻ വേണ്ടി ഒരു കോക്ടെയിൽ അല്ല, ഒരു മോക്ടെയിൽ നമുക്ക് ഉണ്ടാക്കാം. കാരണം മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമായതുകൊണ്ട് നമ്മൾ ഒരു മോക്ടെയിലാണ് ഉണ്ടാക്കുന്നത്.
അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത്. ഇത് കുറച്ച് ഐസ്, ജസ്റ്റ് ഒരു ഇത് എന്താ പറയുക, ഒരു ചെറിയ കൊക്കക്കോള, തണുത്ത വെള്ളം. ഇതാണ് നമ്മൾ മോക്ടെയിൽ യൂസ് ചെയ്യുന്ന മെയിൻ ഐറ്റം. ഇതെന്താണെന്നുള്ളൊരു സിറപ്പാണ്. ഇതെന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇത് എന്താണെന്ന് പറഞ്ഞത്, ഇത് ജാമുൻ. ജാമുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ഒരു ഇപ്പം ജാമുൻ്റെ ഞാവൽപ്പഴം അടിപൊളി സീസണാണല്ലോ. അപ്പോൾ ഈ ജാമുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഇതെങ്ങനെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ, ഇത് മേടിച്ചിട്ട് ഇതുപോലെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇതുപോലെ കുറച്ച് വിനാഗിരി, കുറച്ച് ഉപ്പിട്ടിട്ട് എടുത്ത് വയ്ക്കും. അതിന് ശേഷം ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് ഉപ്പിടും, നന്നായിട്ട് ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് ഫ്രിഡ്ജിലുണ്ട് എടുത്ത് വയ്ക്കും തണുപ്പിച്ചിട്ട്. അടിപൊളി ടേസ്റ്റ് ആയി. അപ്പോൾ നമുക്ക് കോക്ടെയിൽ അല്ല, സോറി, വീണ്ടും തെറ്റിപ്പോവാണ്, മോക്ടെയിൽ ഉണ്ടാക്കാനുള്ള പരിപാടി. മോക്ടെയിൽ ഉണ്ടാക്കാൻ ഞാനൊരു വലിയ ഗ്ലാസ് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് മല്ലിയില, സാധാരണ നമ്മൾ പുതിനയില യൂസ് ചെയ്യാം, ഞാനൊരു വെറൈറ്റിക്ക് കുറച്ച് മല്ലിയില. ഓക്കെ, കുറച്ച് മല്ലിയില ഇട്ടു. പിന്നെ കുറച്ച് ഐസ് ക്യൂബാണ് മെയിനായിട്ട് വേണ്ടത്. നാരങ്ങ കട്ട് ചെയ്തിട്ട് തൽക്കാലം ഇതവിടെ ഈ ഒരു കഷ്ണോട്ട് ഇരിക്കട്ടെ. നമുക്ക് കുരു ഇല്ലാത്തതിന് കുറച്ച് നാരങ്ങയും കൂടി ഇതിലേക്ക് ഒഴിക്കാം. പിന്നെ നാരങ്ങ ഒഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഈ സിറപ്പ് ഞാൻ അതിലേക്ക് ഒഴിച്ചു. പിന്നെ കുറച്ച് കൊക്കക്കോള വളരെ ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് അറിയാം, എന്നാലും ഞാൻ ജസ്റ്റ് വളരെ കുറച്ച് മാത്രമേ ഒഴിക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് തണുത്ത വെള്ളം. പിന്നെ ഈ ഒരു അരിഞ്ഞു വെച്ച് നാരങ്ങയില്ലേ, അതും കൂടി അതിലേക്ക് ഇടുന്നു. അവനവിടെ കിടന്നിട്ടൊന്ന് മിക്സ് ആവട്ടെ. ഓക്കെ, അപ്പോൾ നമ്മളിത് ഒരുവിധം വെന്ത് സെറ്റായതിൻ്റെ ഗരം മസാല ഈ സമയത്ത് ഇടുന്നുണ്ട്. ഗരം മസാല ആദ്യം ഇട്ടിട്ടില്ല, അവസാനം മാത്രം കുറച്ച് ഗരം മസാല. ഇതൊന്നൊരു 2 മിനിറ്റും കൂടി ഇവിടെ ഇരുന്നിട്ടൊന്ന് വെന്തോട്ടെ. അത് വീണ്ടും സിമ്മിൽ വെച്ചിട്ട് ഒരു കഷ്ണം എടുത്ത് നോക്കിയിട്ട് ഇതെങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കാം. ലിവറൊക്കെ അല്ലേ, ആ ഒരു ടേസ്റ്റ് അടിപൊളിയാണ്. രസമൊക്കെ ഓഫ് ചെയ്ത് ഇത് എല്ലാത്തിനും ഞാനൊരു പ്ലേറ്റിലേക്ക് ഇതവിടെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മെയിൻ കുക്കിംഗ് ഇത് തന്നെയാണല്ലോ, ഏത് ആടിൻ്റെ കിഡ്നി. അതിൻ്റെ കൂടെ ഒരു കിഡ്നി ഞാൻ കുത്തിയെടുത്തു, വൃക്ക മലയാളി. അതിൻ്റെ കൂടെ ചെറിയ ടൊമാറ്റോ, ഒരു ക്യാപ്സിക്കം അവിടെ വരുന്നില്ലല്ലോ. ഓക്കെ, ഈ 3 ഐറ്റം ഒരു ഫോർക്കിൽ കുത്തിയെടുത്തിട്ട് ഇത് എങ്ങനെയുണ്ട് എന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം. കൊള്ളാം, ഭയങ്കരമായിട്ട് ടേസ്റ്റ് ഒന്നും ഉണ്ടോയെന്ന് വെച്ചാൽ ഇല്ല, പക്ഷെ ഒരിക്കലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സംഭവമാണ്. നമുക്ക് നമ്മുടെ മോക്ടെയിൽ എങ്ങനെ ടേസ്റ്റ് എന്നുള്ളത് നോക്കി നോക്കാം. അടിപൊളി. നമുക്ക് ഈ ജാമുൻ കൂടി എടുത്തിട്ട് എങ്ങനെയുണ്ട് ടേസ്റ്റ് നോക്കി നോക്കാം. ഞാനിവിടെ മാറ്റി വയ്ക്കുന്നു. ഇപ്പം ഉണ്ടാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഒരുവിധം അടിപൊളിയായിട്ട് ടേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക്സ് എവരി വൺ ഫോർ വാച്ചിങ്. താങ്ക് യു.